ഇനി നമുക്കൊരു ചെറിയൊരു സെഗ്മെന്റിലേക്ക് പോവാം. അപ്പൊ ഞാൻ അപ്പൊ ഞാനാണെങ്കിൽ ഇനി നിങ്ങളുടെ കൂട്ടത്തില് കുറച്ച് ഇത് പറയും. അപ്പം ഇതിനകത്ത് ആരാണ് അതെന്ന് നിങ്ങൾ പറയണം. ഓക്കെ, ഫസ്റ്റ് വൺ മൃഗത്തിന്റെ പേരാ അല്ല. ഇപ്പൊ ഞാനിങ്ങനെ ഓക്കെ, ഫസ്റ്റ് വൺ കൺവിൻസിങ് സ്റ്റാർ. ആർക്കും വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാട്ടോ. കൺവിൻസിങ് സ്റ്റാർ ഇവ കൺവിൻസിംഗ് ആക്കാം, ഭയങ്കര കൺവിൻസിംഗ് ആ. ഇവ പല കാര്യത്തിലും നമ്മളെ പറ്റിക്കലുണ്ട്. പറ്റിക്കല് അതായത് ഇവൻ എഡിറ്റിംഗ് അറിയാന്നൊക്കെ നമ്മൾ എന്നിട്ട് ഒരു ദിവസം ഉണ്ട് എഡിറ്റ് ചെയ്യിപ്പിച്ചൊരു ദിവസം ഉണ്ട്, ഒരു 6 മണിക്കൂർ നീണ്ട ഒരു സെഷൻ ഉണ്ടായിരുന്നു. ഭയങ്കര കൺവിൻസിംഗ് ആയിരുന്നു എന്റെ മോനെ. ഇവ സംബന്ധിച്ച ഇവൻ അറിയുന്ന എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇവൻ കുറച്ച് സ്വിച്ചുകൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ആ സ്വിച്ചുകളുടെ പാറ്റേൺ വെച്ചിട്ട് ഇവര് മുന്നോട്ട് പോകുന്നത് കട്ട് അതിന്റെയൊക്കെ അത് വെച്ചിട്ടാണ് ഇവൻ നമ്മൾ പറ്റിച്ചോണ്ടത്. അല്ല പറ്റിച്ചെന്ന് പറയാൻ പറ്റില്ല, ഇവൻ സംഭവം ഒരു തട്ടിക്കൂട്ട് പരിപാടിയാ. തട്ടിക്കൂട്ട് എഡിറ്റിംഗ് പരിപാടി. കൊറേ കാലം കൺവിൻസ് ആയതുകൊണ്ട് ഇപ്പൊ നിക്കാൻ പറ്റും. അല്ല കാര്യം പറഞ്ഞ നമ്മളെ കൂട്ടത്തില് ഏറ്റവും ഒരു ശുദ്ധ അത് മനസ്സിലൊന്നും ഇല്ലാത്ത. ഓക്കെ, ഇനി അടുത്തത് ഈ കൂട്ടത്തിലെ ഏറ്റവും വലിയ മണ്ടനാരാ? മമ്മു അത് യൂഷ്വൽ അല്ലേ, വേറെ എല്ലാരും മണ്ടന്മാരാ. എല്ലാരും മണ്ടന്മാരാ. എന്നാലും റാമാണോ? മണ്ടൻകുണ്ട അല്ല പാതിരാ കോഴി. അവന്റെ ഉമ്മ എന്നോട് പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ച കാര്യമാണ്, രാത്രി ആകുമ്പോ ഓരോ ഫോൺ എടുത്ത് മേടിച്ചു വെച്ചോ, ഒരു കുഴപ്പമില്ല, മഴ രണ്ടെണ്ണം പൊട്ടിച്ചോ. കാരണം ഇവൻ അങ്ങനത്തെ സ്വഭാവം ഉണ്ട്. ഇവൻ രാത്രി ഉറങ്ങാണ്ടിരുന്ന് ഫോണിൽ കളിയാണ്. റീലാണ് റീലൊന്നും അല്ല കാണുന്നത്, റീൽസ് തന്നെ, നല്ല റീൽസ്. പിന്നെ ഗെയിം കളി, മെയിനായിട്ട് ഗെയിം കളി. അങ്ങനൊന്നുമില്ല, ഇൻസ്റ്റയില് വരുന്ന റീൽസ്. ഇപ്പൊ ഇൻസ്റ്റയിൽ എല്ലായിടത്തും വരുമല്ലോ. ആ വേറെ ആണല്ലോ ഇഷ്ടമാണ്. ബ്ലോഗും കാര്യങ്ങളല്ലേ ഇല്ലെങ്കിൽ ഒരു ഗ്യാങ് ആക്കിയില്ലെങ്കിൽ സൂപ്പർ വാവനെ കുറിച്ച് ഗ്യാങ് ആക്കിയല്ലോ. ഒരു ഗ്യാങ് ആക്കി 4 ആളുകളെ കേട്ട് മടുത്ത്. നിങ്ങൾ എന്താ പ്രണയത്തിലാണോ? ഓനിക്ക് ഇങ്ങോട്ടേക്ക് ഉണ്ടാ? അങ്ങോട്ടേക്കും ഇല്ല എനിക്ക്. അവര് ജസ്റ്റ് ഫ്രണ്ട്സ്. അപ്പൊ മെഹറിന് സിംഗിൾ ആണ് ഇപ്പൊ. അല്ലേ ഞാൻ പറഞ്ഞ കേട്ട് കാണണം പറ്റില്ല. അല്ല അതല്ല റീല് പറയുന്നുണ്ടല്ലോ, കല്യാണച്ചൊക്കെ കാണാൻ വരുന്നുണ്ട്. ഫുള്ള് കണ്ടില്ലല്ലോ. എല്ലാരും ഇതാലോ പരിപാടി. വീട്ടില് വരുന്നല്ലേ, കൊച്ചു കാണും. അല്ല നീല പറഞ്ഞ സൂപ്പർ പവന്റെ ഫാനാണ്. സൂപ്പർ വാവനെ പോലെ വീഡിയോ ചെയ്യാന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അവന്റെ ഫാനല്ലോ. അല്ല നിനക്ക് വേറെ സംഭവം ഉണ്ടായില്ല, എനിക്ക് തുറന്നു പറഞ്ഞു. എന്ത്? അത് പറ. എന്തോ നീ വരുമ്പോ എന്തൊക്കെ പറഞ്ഞു. ആ സത്യം വരുമ്പോ എന്തെങ്കിലും പറഞ്ഞു. പാട്ട് വെച്ചാൽ ആ പാട്ടെല്ലാം പാടുന്നു. ഞാൻ ഈ പാട്ട് ഒരാൾക്ക് വേണ്ടി എഴുതിയതാണ്. കസ്റ്റം പാട്ടാണ്, പക്ഷെ അത് നോക്കിട്ടേ പാടാൻ പറ്റൂ. ചിരിക്കാൻ പാടില്ല, നല്ല പാട്ടാ. രീതിയെല്ലാം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മാറും, അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഡെഡിക്കേഷൻ ആർക്കാ? എല്ലാരും അയക്കൂറ അങ്ങനല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും. അതാണ് നമ്മള് ചോദിക്കുന്നത്. നമ്മള് മീൻ മാർക്കറ്റിൽ പോയിട്ട് മീൻ എന്താണ് അയക്കൂറിയാ നിറമണിയും നേരം നിറമാർന്നൊരു കനവെന്നിൽ തെളിയുന്ന പോലെ പുഴയോരം തഴുകന്നി തഴുകീറാൻ കാറ്റും
ഉലകങ്ങൾ ഇഴനെയ്യാന് മോലേ കുളിരേകും കനവെന്നിൽ കതിരാടിയ കാലം മനതാരിൽ മധുമാസം തളിരാടിയ നേരം അകമകമര എന്നകത് അനുരാഗ പകരുന്ന യാമം അഴകേ ശിലയഴകേ മെഹറേ വിടരും പനിമലരേ മെഹറേ നിന്നെ കാണാതിരുന്നാൽ മിഴിവേകിയ നിറമെല്ലാം മായുന്ന പോലെ അലിമോടരിയ ബാക്കി അറിയില്ല. മെഹറിനെ പഠിച്ചു എത്ര സമയം എടുത്തു നീ പാട്ട് എഴുതാൻ? എന്റെ പേര് മാറ്റാൻ പേര് മാറ്റാൻ എന്താ മെഹർ നാളെ സമയം എടുത്തെന്ന് പറയട്ടടാ പാവം. അങ്ങനെ തന്നെ മെഹറേ ഞാൻ കണ്ടപ്പോ ഒരു പ്രശ്നമാണ്. ഇനി സൂപ്പർ മാമ എക്സ് വേറെന്ന് ഞാനും പറയില്ല. ഇനി മമ്മു എക്സ് വേറെന്ന് പറയാൻ പോകും. ഇവരെ മാസ് അപ്പൊ ഞാനാരായി? ഓക്കെ അടുത്തത് കലിപ്പൻ. കലിപ്പുടയാണ്. ആ തലയിലുള്ള പൂക്കിറ്റ് നോക്കണ്ട. ആ ഞാറ് നട്ട പോലെ ഇരിക്കുന്നത് എന്ത് തീം വന്നാലും പോവും, അങ്ങ് പൂക്കിയാലങ്ങ് പോവും. ആണോ? റാമ്പ് ഏറ്റവും കൂടുതൽ ഇടിച്ചിട്ടുള്ള ആരെയാ? ഇവിടെ ഏറ്റവും വലിയ അടി ഉണ്ടാക്കിയതൊക്കെ അങ്ങനെയല്ല, I mean ഏറ്റവും വലിയ അടി ഉണ്ടാക്കിയത് അത് പണ്ട് വലിയ അടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പൊ കൊച്ചിയിൽ വന്നിട്ടൊന്നും അടിയൊന്നും കൊച്ചിയിൽ വന്നിട്ട് അങ്ങനെ അടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്, വലിയ അടിയൊന്നും ആയിട്ടില്ല. വലിയ അടിയിലേക്ക് പോകൂല. അതിന് മുന്നേ തന്നെ ഇവൻ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യും. റാമ്പു ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെട്ടത് എപ്പോഴാണ്? ദേഷ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ കൂട്ടത്തിലുള്ള ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മളെ പിള്ളേരെ തൊട്ട അതാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം പറഞ്ഞ ഒരു സിറ്റുവേഷൻ. അങ്ങനെ എപ്പോഴെങ്കിലും ഇടി ഉണ്ടാക്കിയിട്ടുണ്ടോ? അല്ല അങ്ങനെ വലിയൊരു ഇതിലോട്ട് പോയിട്ടില്ല. കൊറേ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഒരുപാട് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്, വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ഒരു ദിവസം നമ്മളൊറ്റക്ക് നമ്മളൊരു വണ്ടി മാത്രമായിട്ട് ഒരു വലിയ ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിലേക്ക് വണ്ടി ഇവൻ ഇടിച്ച് കയറ്റി ഉള്ളിലേക്ക്. അതായത് അവിടെ ഒരു 10-100 ബസ്സും ഒരു 500 ബസ് ജീവനക്കാരും ഉണ്ട്. അതിന്റെ നടുവിലേക്ക് ഒറ്റക്ക് പോയിട്ട് ഇറങ്ങി. അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായി. അങ്ങനെ പല അടികളും ഇവൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് വേണ്ടി ആന്ന് മാത്രം, അല്ലാണ്ട് അല്ല സ്വന്തമായിട്ട് അങ്ങനെ ദേഷ്യമോ അങ്ങനത്തെ ഈഗോ പ്രശ്നങ്ങൾ അങ്ങനത്തെ സംഭവമില്ല. ഇവൻ ആരെയും പറഞ്ഞാൽ ഇവൻ ദേഷ്യം പിടിക്കുക അങ്ങനെയൊന്നുമില്ല. നമ്മളെ കൂട്ടത്തിൽ ആരെങ്കിലും ചൊറിഞ്ഞാൽ മാത്രമേ ഇവന് ദേഷ്യം വരും. ഓക്കെ, ഇനി അടുത്തത് പേടിത്തൊണ്ടൻ. പേടിത്തൊണ്ടൻ ജാസിക്ക് ഏറ്റവും പേടി എന്താ? എല്ലാത്തിനും ഞാന് ഇടപെടുന്ന എന്തിനാ സീനൊക്കെയാണ് എന്തായാലും അല്ല അങ്ങനെ അല്ല അതന്നെ ഞാൻ പിന്നെ എന്തിനാ നമ്മൾ ഓരോ സിറ്റുവേഷൻ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഉണ്ടാവും ദേഷ്യം പരിപാടിയും കാര്യങ്ങളും. പിന്നെ നമ്മള് ഉള്ളിൽ ഒതുക്കി പക്ഷെ എല്ലാം കൺട്രോൾ ചെയ്യാനും മറ്റേ ഗാർഡിയനെ പോലെ ആക്കുന്നത് മുനുവാണ്. മുനു ഉള്ളത് കൊണ്ടാണ് എല്ലാം സ്മൂത്ത് ആയിട്ട് പോകുന്നത്. കൂട്ടത്തിൽ ഏറ്റവും ഡിസിപ്ലിൻ ഉള്ള മുനുവിനാണ്. കറക്റ്റ് അളവ് അനുസരിച്ച് നമ്മൾ ചെയ്യാന്ന് അറിയില്ലേ, ഇത്ര മതി അത് ആ രീതിയിൽ. ഓക്കെ, അടുത്തത് കൂട്ടത്തിലെ കാട്ടുകോഴി. കോഴി എന്ന് പറയുമ്പോ മമ്മു കോഴിയാണ്. എല്ലാരും ബ്യൂട്ടി അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ. അല്ല ആരാ കോഴി ആരാ ശരിക്കും? കോഴി ആരാ? കോഴി ആരാഞ്ഞിരിക്കണല്ലേ? അല്ല ഷമീറിനെ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോ ഷമീറിന് കുറവാണ്. ഷമീർ കുറച്ച് സിഗ്മ എന്ന് പറയാൻ പറ്റില്ല, കുറച്ചും കൂടി മിസോജിനിസ്റ്റിക് ആണ് ഇവൻ. ഇവൻ കുറച്ച് എന്താ പറയാ, മിസോജിനി അറിയില്ലേ? അറിയില്ല, സ്ത്രീ വിരുദ്ധൻ.
ഷമീറിന്റെ സംഭവം എന്ന് വെച്ചാല് എനിക്ക് അത് ഒരു പെണ്ണ് മെസ്സേജ് അയച്ചു, അല്ലെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ട് പെണ്ണുങ്ങൾ എന്ത് സംഭവമാണെങ്കിലും ഇവനെ എതിർക്കും. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഞാൻ വേറൊരു പെണ്ണുമായിട്ട് കമ്പനി ആവാനോ അല്ലെങ്കിൽ പെണ്ണുങ്ങളായിട്ട് കൂടുതൽ അടുക്കാനോ ഒന്നിനും ഇവൻ സമ്മതിക്കൂല. ഇവനെല്ലാത്തിനും ഇങ്ങനെ ടങ്കോലായിട്ട് ഇങ്ങനെ നിൽക്കും. നല്ലതല്ലടാ അത് വേണ്ടാന്നുള്ളൊരു അത് ഒരു കണക്കിന് ഷമീർ എന്നോട് നല്ലതാ ചെയ്യുന്നത്. പക്ഷെ അല്ല എനിക്ക് നോക്കുമ്പോ നല്ലതല്ലാത്തത് ഞാൻ നല്ലതല്ലാന്ന് പറയും. പിന്നെ മോസ്റ്റ് കേസസ് അല്ലാത്ത വരുന്നത്. പിന്നെ വെറുതെ എന്തിനാ ആവേശം കൊടുത്ത് കുഴിച്ചടിക്കുന്ന? അങ്ങനെയല്ല, പക്ഷെ നല്ല ഇത് വരലുണ്ട്. നല്ല 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 അത് ഇവനിക്ക് മാത്രം നല്ലതായിട്ട് തോന്നുന്നതാ. അല്ല 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 അങ്ങനെയൊന്നും അല്ല. തൊപ്പി അപ്പൊ ഇപ്പൊ സിംഗിൾ ആണോ? ആണ് എന്ത് സത്യമായിട്ടും? പിന്നെ അല്ല ചോദിച്ചതാണ്. ഞാൻ വിടൂല, Fans ഞാൻ വിടൂല വരുന്നുണ്ട് എന്തായാലും. പറഞ്ഞല്ലോ. ഞാൻ എന്തായാലും വിടൂല, അതുകൊണ്ട് പേടിക്കണ്ട. സ്ത്രീ വിരുദ്ധ. അങ്ങനെയൊന്നും പറയല്ല.